ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള എൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കാര്യമായിട്ട് ഫുഡൊന്നും ആക്കിയിട്ടില്ല. പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋഷി പറഞ്ഞ് ഇന്ന് അത് മതി ഫുഡ് ആക്കണ്ടെന്നുള്ളത്. അങ്ങനെ ഋഷിക്ക് ഓഫീസുള്ള ഒരു ദിവസമായതുകൊണ്ട് ഋഷി ഫുഡൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് കഴിച്ചിട്ട് ഋഷി ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ഹംദക്ക് കൊടുക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നുള്ളത്. ഇന്ന് ഹംദ കുറച്ച് നേരത്തെ എണീറ്റോണ്ട് തന്നെ എനിക്ക് എൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ പണീൻ്റെ തിരക്കിലാവുമ്പോഴേക്കും ഓൾ എണീറ്റ് വരിക. അങ്ങനെ ഓക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗീയും തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹംദക്ക് പഞ്ചസാര ഇല്ലാണ്ട് ഒന്നും ആവില്ല. എന്നാലും ഞാൻ മാക്സിമം അത് കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കലുള്ളത്. ഇനിയിപ്പം കുറച്ച് ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാമാണ്. ഇപ്പം ഞാൻ കുറച്ച് ബോട്ടിൽ പൊടികളെല്ലാം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഏതാ പുറത്തുനിന്ന് വാങ്ങണ്ടേ, ഏതാ ഇവിടെ ഉള്ളത് എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ കഴിയാനായ ബോട്ടിലെല്ലാം എടുത്തിട്ട് അതിൽ നിറച്ച് വെക്കലാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും അരിപ്പൊടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല. അപ്പം മഞ്ഞൾപ്പൊടിയെല്ലാം പെട്ടെന്ന് എൻ്റെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാൻ ഈ ചിക്കനും എല്ലാം കഴുകാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടേനു. ഇനിയിപ്പം മല്ലിപ്പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ബാക്കിയുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ബോട്ടിലേക്ക് നിറക്കലാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ എന്താ ഉള്ളത്, എന്താ വാങ്ങണ്ടേന്നൊന്നും അറിയില്ല കേട്ടോ. എന്തെങ്കിലും ഫുഡ് ആക്കി കൊടുക്കുമ്പം സാധനം കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. പിറ്റേ ദിവസം എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേക്കും അത് ഇന്നലെ കഴിഞ്ഞല്ലോ, വാങ്ങിയിട്ടില്ലല്ലോ, എന്താ ചെയ്യാന്നെല്ലാം ഓർമ്മ വരിക. ആ ഒരു ആ ഒരു ടൈമിലാണ് ഓർമ്മ വരിക. അപ്പോൾ ഇന്ന് ഏതായാലും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെല്ലാം ഉള്ളതും ഇല്ലാത്തതെല്ലാം അതാണ് രാവിലെ തന്നെയുള്ള എൻ്റെ ഒരു പരിപാടി. മുളക് പൊടി ഞാൻ 2 ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് രണ്ടും പകുതി പകുതിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടൽ. എരിവുള്ളതും എരിവില്ലാത്തതും. കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും. അങ്ങനെ അത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇടൽ. പക്ഷേ അത് നോക്കുമ്പം കാണുന്നില്ല. എവിടെയോ ഉണ്ട്. ഇനി അത് തപ്പി പിടിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിലെല്ലാം ഞാൻ ചോറാക്കുന്നില്ല, കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ഋഷി ഉച്ചയ്ക്ക് ഇപ്പം അങ്ങനെ വരാറില്ല. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. ചോറാക്കിയിട്ട് ചോറും കറിയും വറവും എല്ലാം ആക്കിയിട്ട് നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് പിന്നെ അത് ബാക്കിയായി പോവും. പിന്നെ പിറ്റേന്ന് ചൂടാക്കലൊന്നും വലിയ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും കുറച്ച് മാത്രം കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹംദക്ക് കഞ്ഞിയും പയറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ ഉണ്ടാക്കാത്ത. ഋഷിക്ക് കഞ്ഞി ഇഷ്ടമല്ല. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏതായാലും ഇന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ എന്താ ഇല്ലാത്തത്, എന്താ ഉള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എല്ലാ സാധനവും കടലയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കഞ്ഞി വെച്ചിട്ട് പയറുണ്ടാക്കാൻ നോക്കുമ്പോൾ പയറ് കാണുന്നില്ല. സംഭവം എന്താ, പയറില്ല, കഴിഞ്ഞിട്ടുള്ള പയറ് പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ആക്കലുള്ളൂ. അതുകൊണ്ട് ആ സംഭവം ഇല്ല. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. തപ്പിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് ഒരു കഞ്ഞി അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ കിച്ചണിലെ ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് വലിയ പയ്യാരൊന്നും ഇല്ലാത്ത ഫുഡെല്ലാം ആക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ ഈ ഹോളിലെ ടേബിൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇന്ന് കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഈ മഞ്ഞൾപ്പൊടിൻ്റെ ബോട്ടിലെല്ലാം എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ തലേന്ന് രാത്രി മഞ്ഞൾപ്പൊടിയും കൊണ്ടൊരു സംഭവം ഇല്ലേ ഇപ്പം. അപ്പോൾ ഹംദക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എടുത്തിട്ടുണ്ടേനു. എല്ലാവരും ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഹംദ കുറേ നാളായിട്ട് ഇത് പറയുന്നത്. സംഭവം ഇത് മഞ്ഞൾപ്പൊടി കൊണ്ടല്ല ഉണ്ടാക്കണ്ടെങ്കിലും അങ്ങനെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങൾ ഈ ബോട്ടിൽ വെള്ളമാണ് കുടിക്കാറ്. അപ്പോൾ ഈ ബോട്ടിലും കൊണ്ട് ഇവിടെ ഏറും കളിയാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ കുറച്ച് അലമ്പുണ്ടാവും. പിന്നെ ഹംദക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അതിൻ്റെ ബുക്സും കാര്യങ്ങളും എല്ലാം എപ്പോഴും ടേബിളിൽ തന്നെ ഉണ്ടാവും. ഞാൻ മാറ്റി വെക്കലില്ല. അവൾക്ക് ഹോംവർക്കും എന്തെങ്കിലുമെല്ലാം ഉണ്ടാകുമ്പം അത് അവിടെ തന്നെ വെക്കലുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇതെല്ലാം ഈ ടേബിൾ മേലെ ഉണ്ടാകുക. പിന്നെ ഞാൻ എന്തെങ്കിലും ഫുഡ് ആക്കുമ്പം ഒറോട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാവെല്ലാം എടുത്ത് വന്നിട്ട് ഈ ടേബിൾ മേൽ വെച്ചിട്ട് പരത്തുക, കട്ട് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയെല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേടെല്ലാം വേറെയും ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ക്ലീനാക്കി ഇട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പം ആ പഴയ അവസ്ഥയിൽ തന്നെ വീണ്ടും വരും. ഹോൾ എന്തെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും.
പിന്നെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പണിയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ പറയും, എന്താ പണിയുള്ളത്, നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ, ഡെയിലി വൃത്തിയാക്കണമെന്ന് തന്നെ ഇല്ല. ഇതെല്ലാം ഉണ്ടാകുക അവസ്ഥ. എങ്ങനെയായാലും ക്ലീൻ ആക്കാണ്ട് നിൽക്കാൻ പറ്റൂല. ആ ഒരു രീതിയിലാണ് ഉണ്ടാകുക. പിന്നെ അത് ശീലമായ ആൾക്കാർക്ക് എന്തായാലും അത് ചെയ്യാണ്ട് പറ്റില്ല. പിന്നെ അങ്ങനെയെല്ലാം ഇപ്പം തന്നെ നിലത്ത് ഞാൻ ഒരു ഭാഗം ക്ലീൻ ആക്കുമ്പോൾ ഓള് വേറെ ഭാഗത്ത് കളറടിയും ആ സംഭവമെല്ലാം ആയിട്ട് അങ്ങനെയും പോകുന്നുണ്ട്. പിന്നെ ഹോളിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അവൾ സാധനങ്ങളും ടോയ്സും എല്ലാം വെച്ചിട്ട് കളറിങ്ങും എല്ലാം ഇവിടുന്ന് മാത്രമേ ചെയ്യാവൂ, പുറത്ത് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓളത് കേൾക്കൂല. ഞാൻ എവിടെയാണ് ഉള്ളത് അതെല്ലാം എടുത്തിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കുക ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് അലമ്പായാലും ഞാനത് മൈൻഡാക്കലില്ല. പിന്നെ അവളെ സാധനം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നത് നോക്കി ഇഷ്ടമല്ല. പിന്നെ അതും പറഞ്ഞ് കരച്ചിലാവും. അങ്ങനെ ഏകദേശം എൻ്റെ ക്ലീനിങ്ങും ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹംദക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. അപ്പം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ടൈമിലേക്ക് ഓൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കുളിച്ച് സെറ്റാക്കി ഇങ്ങനെ നിർത്തിക്കണം. അങ്ങനെ അതെല്ലാം ആയിട്ട് 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും. ഒന്നുകിൽ ഫോൺ കാണും, അല്ലെങ്കിൽ പിന്നെ എഡിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അങ്ങനെയുള്ള ഞാൻ ആദ്യം വിചാരിച്ച ഇവൾ ഈ ക്ലാസ്സിന് ഇങ്ങനെ ഇരിക്കുകയൊന്നും ചെയ്യൂല. പക്ഷേ ഇപ്പം ആ ഒരു ടൈം ആവുമ്പം ഓൾ എന്നോട് വന്നിട്ട് പറയും, ഇതാ മാം മെസ്സേജ് അയച്ചിട്ടുണ്ട് ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ഓൾ തന്നെ റെഡി ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പം ചായൻ്റെ ടൈം. ചായ പതിവില്ല, പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് കോഫി കുടിക്കാനൊരു പൂതി. അപ്പം കോഫി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഹംദക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഒരു വിശപ്പ് കൂടുതലായിരിക്കും. അതെന്താണെന്നറിയില്ല ആ ഒരു ടൈമിൽ. അങ്ങനെ ഏതായാലും ഞാൻ ഓൾക്ക് ചോക്കോസ് ആക്കാമെന്ന് വിചാരിച്ച്. ഓൾ കോഫിയും ഒന്നും കുടിക്കൂല. അപ്പം ഞാൻ ചോക്കോസ് ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ എനിക്ക് ചായയും കോഫിയൊന്നും പതിവില്ല. എപ്പോഴെങ്കിലും പൂതിയാവുമ്പം ഒന്ന് കുടിക്കാൻ തോന്നൂലേ, അങ്ങനെ കുടിക്കും. അതും പഞ്ചസാരയൊന്നും ഇടാണ്ട് കുടിക്കാൻ പറ്റൂല ഏട്ടാ. ഒന്നുകിൽ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പഞ്ചസാര ഇട്ട് കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ കുടിക്കാതിരിക്കണം. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് കുടിക്കാൻ പൂതിയാവുമ്പം കുടിക്കലുണ്ട്. പിന്നെ നോമ്പ് കഴിഞ്ഞേരെ കടിയൊന്നും ഉണ്ടാക്കലും കഴിക്കലും ഇല്ല. എനിക്ക് കടി കഴിക്കാൻ എണ്ണക്കടി കഴിക്കാനെല്ലാം നല്ല പൂതിയാവലുണ്ട് കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വിചാരിക്കും, ഞാൻ മാത്രമല്ലേ കഴിക്കൂ, ഹംദ ആ ഭാഗത്തേക്ക് അടുക്കൂല, പിന്നെ രുചിയും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കലില്ല. അതങ്ങനെ സൈഡായിട്ടുണ്ട്. പിന്നെ ഹംദൻ്റെ ചോക്കോസിനുള്ള പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ കോഫിയും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ക്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴേ എങ്ങനെയായാലും കുറച്ച് പുറത്ത് പോകും. ഞാൻ അവസാനം പോയില്ല എന്ന് വിചാരിച്ച് നിൽക്കുമാണ് ലാസ്റ്റ് ടൈമിൽ കുറച്ചൊന്ന് പുറത്തായത്. എങ്ങനെയായാലും ക്ലാസ്സിലൊഴിക്കുമ്പം അത് പുറത്തേക്ക് പോകും കേട്ടോ. അങ്ങനെ അത് കൈയോടെ തുടച്ചെടുത്ത് പിന്നെ ഞാനും ഹംദയും ചായയൊക്കെ കുടിക്കാൻ നിന്ന്. കുടിക്കുമ്പോൾ എന്തെങ്കിലും അതിൽ മുക്കി തിന്നാൻ വേണം കേട്ടോ. ഞാൻ ബന്ന് എടുത്തിട്ടുണ്ടേനു, ബന്ന് വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ അതെടുത്ത് നോക്കി. ഹംദ അതൊന്നും കഴിക്കൂല കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ബന്ന് എന്താണെന്നറിയില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ ഒരു വല്ലാത്തൊരു പാലിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ബന്നിൻ്റെ എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ പിന്നെ എനിക്ക് പാർലേജി ബിസ്ക്കറ്റ് ഇല്ലേ, പാർലേജി ആണോ എന്നറിയില്ല, ആ ഒരു ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടേനു. ഓക്കെ അങ്ങനെ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞേരം ഞാൻ അത് എടുത്ത് കൊടുത്ത്. നോക്കുമ്പോൾ ഉദ്ദേശിച്ചത് ക്രീം ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അതെടുത്ത് കഴിച്ച്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്താ ഫുഡാക്കുക എന്നുള്ള ചിന്തയിലേനു. കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട വന്നിട്ടില്ല. എനിക്ക് പുട്ടും ബീഫും കഴിക്കാനൊരു പൂതി. പുട്ടുപൊടിയുണ്ട്. അങ്ങനെ ബീഫിന് പകരം ചിക്കനാണ് ഉള്ളത്. അപ്പം പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ടിന് ഞാനവിടെ കുഴച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴച്ച് വെക്കണ്ടേ. പക്ഷെ ഞാൻ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ആകെ പണി പാളിപ്പോയിട്ടുണ്ടേനു. അങ്ങനെ ഞാൻ പിന്നെയും മാറ്റി കുഴച്ച് അതവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ അല്ലേനു കൊടുക്കാൻ വിചാരിച്ചത്.
ചെമ്മീൻ ഉണ്ടേനു. ചെമ്മീൻ മുളകിട്ടതും പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? അതാക്കാന്ന് വിചാരിച്ച്. പക്ഷേ ഹംദ അത് കണ്ടിട്ട് ഓളത് കഴിക്കൂല. ഓൾക്ക് ചെമ്മീൻ ഇഷ്ടമല്ല. അപ്പോൾ ഒന്നാമതേ ഓൾക്ക് പുട്ട് ഇഷ്ടമല്ല. അപ്പോൾ ചെമ്മീനും കൂടി ആകുമ്പം ഒന്നും തിന്നാണ്ടായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മാറ്റിയിട്ട് ചിക്കൻ ആക്കിയിട്ടുണ്ട്. ചിക്കന് വെള്ളത്തിലിട്ടിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഹംദ കുക്ക് ചെയ്യാനുണ്ട് ഒക്കെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം വന്ന് നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഞാൻ ഒന്നിച്ചാക്കലുണ്ട്. അല്ലെങ്കിൽ ഓൾക്ക് ഫോൺ വേണ്ടി വരും. അപ്പം പിന്നെ ഞാൻ ഏതായാലും ഒന്നിച്ച് തന്നെ നിർത്താമെന്ന് വിചാരിച്ച്. മതി പറയണേ, കുറച്ച് കഴിക്കാമേ. മതി പറയണ കുറച്ച് കുറച്ച് വിട്ടോ, ഞാൻ കുറച്ച് കഴിച്ചോളൂ. കുറച്ച് 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 മതിയാ? മതി മതി മതി. ഞാൻ കുറച്ച് വെക്കും പറഞ്ഞില്ല. ഇനി ഇത് വേണം, ഇത് ഞാൻ ഇടണം. അങ്ങനെ ഇങ്ങനെ ഇട്ടോ. ഇതല്ലേ ഉണ്ടാവും. ഭയങ്കര മണം എനിക്ക് ഇഷ്ടപ്പെട്ട മണം. ഇപ്പൊ മണമില്ല. ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഉള്ളി ഞാൻ മിക്സി മിക്സ് ചെയ്യാനാണ്. അങ്ങനെ കുറച്ച് സമയം കൂടെ കൂട്ടിയിട്ട് പിന്നെ ഓളങ്ങ് പോയിട്ടുണ്ട്. ഓൾക്ക് ഇപ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കുന്നെല്ലാം പേടിയായിട്ട് അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. ഇത് ശരിക്കും കട്ട് ചെയ്യാനല്ലാന്ന് ഓൾക്ക് ഇഷ്ടം. പക്ഷെ ഞാനത് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചോണ്ട് ഇനി ഇത് മിക്സ് ചെയ്തോ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ആക്കിയതാ. പിന്നെ പോയതും നന്നായി. ഇങ്ങനെ അടുത്ത് നിന്നാക്കുമ്പോൾ പെട്ടെന്ന് എനിക്കും ഒരു തിരുവാടുണ്ടാവില്ല. അപ്പോൾ ആക്കുമ്പോൾ വിളിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് ഓളങ്ങ് പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പൊടികളും ഇട്ട് ചിക്കനും ഇട്ടിട്ട് കുക്കറിൽ വെക്കലാണ്. അപ്പോൾ പിന്നെ ഈ കുക്കർ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല കേട്ടോ. 2 ദിവസമായിട്ട് എനിക്ക് ചെറുങ്ങനെ പണി തരുന്നുണ്ട്. വിസിൽ ശരിക്കും വരുന്നില്ല. അതിൻ്റെ ആവി പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നേതായാലും ഒന്നും കൂടി നോക്കി നോക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് തന്നെ ഹംദനെ ഞാൻ അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു മസാല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചിക്കനും ഇട്ടിട്ട് അടച്ചു വെക്കലാണ്. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കർ പണി തന്നിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പുറത്ത് പോയിട്ട് സൗണ്ടൊക്കെ വന്നിട്ട് ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്ത് പിന്നെ അത് ഒരു പാനിലേക്ക് മാറ്റി അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പുട്ട് ചുട്ടെടുക്കലാണ്. തേങ്ങയിട്ട് മാവിട്ട് അതവിടെ വെച്ചിട്ടുണ്ടേനു. ഞാൻ ആകെ 2 കുറ്റി മാത്രമേ ചുടുന്നുള്ളൂ. കാര്യം നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു കുറ്റി പുട്ട് മതി. അപ്പം ഒന്ന് ബാക്കിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് അത് ഒന്ന് ബാക്കിയേനു കേട്ടോ. ഹംദ പുട്ട് കഴിച്ചിട്ടില്ല. ഓള് പൊറോട്ട ഉണ്ടേനു ഫ്രിഡ്ജിൽ. അപ്പം അത് ആക്കി കൊടുത്തിട്ട് അതാ കഴിച്ചേ. ഓൾക്ക് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ വന്ന മുതൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഫുഡ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും പൊറോട്ടയാണ് വേണ്ടത്. ഞാനങ്ങനെ അധികം കൊടുക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ ഏതായാലും അങ്ങനെ അത് കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ കറിയും പുട്ടും എല്ലാം അങ്ങനെ റെഡിയാവുന്നുണ്ട്. ഫൈനലായിട്ട് കറിൻ്റെ മുകളിൽ കുറച്ച്
കറിവേപ്പില മല്ലിച്ചപ്പില ഇട്ട് കൊടുത്താൽ കറി സെറ്റായി കേട്ടാ. പിന്നെ പുട്ട് കുത്തുമ്പം ഞാൻ അതിൻ്റെ ഇത് ശരിയാവാത്തതുകൊണ്ട് ഫുള്ളും പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ. എന്നാലും കുഴപ്പമില്ല, 1, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ഫുള്ളും പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ കഴിക്കുമ്പോൾ പൊടിച്ചിട്ടല്ലേ കഴിക്കുക, അപ്പം പിന്നെ പ്രശ്നമില്ല. അങ്ങനെ അതവിടെ കുത്തിയിട്ട് രണ്ടാമതും ഞാൻ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ റെഡിയായി. ഞാൻ ഫസ്റ്റ് തന്നെ ഹംദക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഋഷിയൊക്കെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ബാപ്പയും മോളെല്ലാം കൂടിയിട്ട് പുറത്തൊക്കെ പോയി സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ റൂമിലെത്തിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.